പൂച്ചയെ അയച്ചതാര്? സമ്മർ ഇൻ ബത്ലഹേം അവശേഷിപ്പിച്ച ചോദ്യത്തിന് സിനിമ ഇറങ്ങി 27-ാം വർഷം പിന്നിടുമ്പോഴാണ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉണ്ടായ സിനിമയാണ് സി.ബി. മലയിൽ സംവിധാനം ചെയ്ത സമ്മർ ഇൻ ബത്ലഹേം. 1998-ൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ സുരേഷ് ഗോപി, ജയറാം, മഞ്ജു വാര്യർ, കലാഭവൻ മണി തുടങ്ങിയ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളാണ് അണിനിരന്നത്. ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു. നിരഞ്ജൻ എന്ന മോഹൻലാൽ കഥാപാത്രം ഇന്നും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച അതിഥി വേഷങ്ങളിൽ ഒന്നായാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ സിനിമ ഇറങ്ങി 27-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടിയത്? കൂടുതൽ സർപ്രൈസുകൾക്കായി കാത്തിരിക്കുക എന്ന കുറിപ്പോടെയാണ് സി.ബി. മലയിലിൻ്റെ പ്രഖ്യാപനം. സി.ബി. മലയിൽ തന്നെ സംവിധാനം ചെയ്യുന്ന രണ്ടാം ഭാഗത്തിൻ്റെ രചന രഞ്ജിത്താണ്. സിയാദ് കോക്കറാണ് നിർമ്മാണം. മഞ്ജു വാര്യരും ജയസൂര്യയും പ്രധാന വേഷത്തിലെത്തിയ മേരി ആവാസ് സുനോ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് സമ്മർ ഇൻ ബത്ലഹേമിൻ്റെ നിർമ്മാതാവായ സിയാദ് കോക്കർ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരുന്നു. സമ്മർ ഇൻ ബത്ലഹേം രണ്ടാം ഭാഗത്തിൽ മഞ്ജു വാര്യർ ഉണ്ടായിരിക്കുമെന്നും മഞ്ജുവും താനും ഒരു കുടുംബം പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സമ്മർ ഇൻ ബത്ലഹേമിലെ ഡെന്നീസിനെയും രവിശങ്കറിനെയും മോനായിയെയും അഭിരാമിയെയും നിരഞ്ജനെയും അത്ര പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാനാവില്ല. അവസാന നിമിഷമെത്തി ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ട പ്രകടനത്തിലൂടെ സിനിമ തന്നെ തൻ്റേതാക്കി മാറ്റുകയായിരുന്നു മോഹൻലാൽ. അവസാന ഭാഗത്ത് ജയറാമിന് പൂച്ചയെ അയച്ചത് ആരാണെന്നുള്ള ചോദ്യമാണ് ചിത്രം ബാക്കിയാക്കിയത്. ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല. മഞ്ജു വാര്യരാണോ അതോ മറ്റുള്ളവരാണോ ആ പൂച്ചയെ അയച്ചതെന്നായിരുന്നു ആരാധകരുടെ മനസ്സിൽ അവശേഷിച്ച സംശയം. ആ ട്വിസ്റ്റ് നിലനിർത്തിയായിരുന്നു സിനിമ അവസാനിച്ചതും. സിനിമ ഇറങ്ങിയത് മുതൽ രണ്ടാം ഭാഗം എത്തുമോ എന്ന ചോദ്യം പ്രേക്ഷകർ ചോദിച്ചിരുന്നു. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.